തെൻകോട്ടയായി കൊല്ലം. CPM സംസ്ഥാന സമ്മേളനത്തിന് അല്പസമയത്തിനകം കൊല്ലത്തെ ആശ്രാമം മൈതാനത്ത് കൊടി ഉയരും. ദീപശിഖ, പതാക, കൊടിമര ജാഥകൾ ആശ്രാമം മൈതാനത്ത് സംഗമിക്കും. സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പൊതുസമ്മേളന നഗരിയിൽ പാർട്ടി പതാക ഉയർത്തും. പ്രതിനിധി സമ്മേളനം നാളെ പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, കൊല്ലം ചുവന്നു തുടുത്തിരിക്കുകയാണ്. ജാഥകളുടെ സംഗമം അല്പസമയത്തിനകം തന്നെ നടക്കുമെന്നറിയുന്നു. എവിടെ വരെ എത്തി ഒരുക്കങ്ങൾ, വിവരങ്ങൾ എന്തൊക്കെ? അല്പസമയത്തിനകം CPM-ന്റെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയരും. ഈ സമ്മേളന നഗരിയായ ആശ്രാമം മൈതാനത്ത് ഉയർത്താനുള്ള കൊടിമരം ഘോഷയാത്ര ഇവിടേക്ക് എത്തി. VV അരുണാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകുന്നത്. നമുക്ക് നേതാക്കളെ ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ കാണാം. അല്പസമയത്തിനകം തന്നെ ദീപശിഖ, പതാക, കൊടിമര ജാഥകൾ ആശ്രാമം മൈതാനത്ത് സംഗമിക്കും. സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പൊതുസമ്മേളന നഗരിയിൽ പാർട്ടി പതാക ഉയർത്തും. KN ബാലഗോപാലിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രതിനിധി സമ്മേളനം നാളെ മുതലാണ്. പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. VV അരുൺ, തുടരാം. ദീപശിഖ ജാഥയും ഇവിടേക്ക് എത്തുകയാണ്. CS സുജാത, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത നയിക്കുന്ന കൊടിമര ജാഥ ശൂരനാട് രക്തസാക്ഷി മണ്ഡപത്തിലുള്ള ആശ്രാമം മൈതാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. രാവിലെയാണ് കൊടിമര ജാഥ അവിടെ നിന്ന് ആരംഭിച്ചത്. M സ്വരാജ് സംസ്ഥാന സെക്രട്ടറി അംഗം M സ്വരാജ് ക്യാപ്റ്റനായുള്ള പതാക ജാഥയും ഇവിടേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും. കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് പതാക ജാഥ ആരംഭിച്ച് ഇവിടേക്ക് വരുന്നത്. PK ബിജു ആണ് വയനാട്ടിൽ നിന്നുള്ള ദീപശിഖ റാലി, ദീപശിഖ ജാഥ നയിച്ചത്. അതും ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അല്പസമയത്തിനകം ഈ സമ്മേളന നഗരിയിൽ പാർട്ടി പതാക ഉയരും. അതോടുകൂടി കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകും. നാളെയാണ് പ്രതിനിധി സമ്മേളനം. CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വളരെ ആവേശത്തോടുകൂടി കൊല്ലം ജില്ലാ സമ്മേളനം ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതാണ്ട് 2 മണിക്കൂർ മുമ്പ് കൊല്ലത്തെ എത്തി. അദ്ദേഹം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ആദ്യം എത്തിയത്. അല്പസമയത്തിനകം പിണറായിയും ഇവിടേക്ക് ഈ പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരും. അതോടുകൂടി ഈ പതാകയുയർത്ത ചടങ്ങുകൾ ആരംഭിക്കും. വലിയ ആവേശത്തോടു കൂടിയാണ് ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ഈ കയ്യൂർ സാക്ഷി സ്മാരകത്തിൽ നിന്ന് മണ്ഡപത്തിൽ നിന്ന് ഈ M സ്വരാജ് നയിച്ച പതാക ജാഥ യാത്ര ആരംഭിച്ചത്. അത് ഇവിടേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും. കൊടിമര ജാഥയും ദീപശിഖ റാലിയും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്കറിയാം CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ സമ്മേളനങ്ങൾ അതിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ കടക്കുകയാണ്. എറണാകുളം സമ്മേളനത്തിന് ശേഷമുള്ള സംഘടനാ രംഗത്തെ സംഘടനാ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഉണ്ടായ സംഭവങ്ങൾ, ഇതിലൊക്കെ വിലകേറിയുള്ള പരിശോധന CPM നടത്തും. സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തപ്പെടും. തുടർഭരണമാണ് സർക്കാരിന്റെ CPM-ന്റെ വിടുതലുകളുടെ ലക്ഷ്യം. ഉറപ്പാണ് സർക്കാരും CPM മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട ഏരിയ സഭയിൽ നിർവഹിക്കുന്നത് സംഘടനാ വിഷയങ്ങളാണ്, രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാണ്. പക്ഷേ ഇവിടെ ഈ സംഘടനാ വിഷയങ്ങൾക്കൊപ്പം അതേ പ്രാധാന്യത്തോടു കൂടി ഒരുപക്ഷെ അതിൽ അല്പം പ്രാധാന്യം കൂടുതലേക്കൊണ്ട് കേരളത്തിന്റെ വികസനം എങ്ങനെയാകണം, അടുത്ത 5 വർഷക്കാലം കേരളം എങ്ങനെ മുന്നോട്ട് പോകണമെന്നത് സംബന്ധിച്ച രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ അവതരിപ്പിക്കും. നാളെ 2 പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഈ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പാകെ വരാനുള്ളത്. ഒന്ന്, രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിക്കും. അതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസന രേഖ അവതരിപ്പിക്കും. അടുത്ത 5 വർഷം എങ്ങനെയാണ് സർക്കാർ മുന്നോട്ട് പോകേണ്ടത്, അതായത് അടുത്ത 5 വർഷവും ഇടതു സർക്കാർ തന്നെ ഭരിക്കുമെന്ന് ഉറപ്പിക്കുകയാണ് CPM. ആത്മവിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കേരള വികസനം എങ്ങനെയാകണം, ഏത് ദിശയിലേക്കാണ് കേരളം നീങ്ങേണ്ടതെന്ന് വ്യക്തമാക്കുന്ന രേഖയാണ് പിണറായി വിജയൻ അവതരിപ്പിക്കുക. ഒരു ദിവസം മുഴുവൻ ഈ രേഖയുടെ ഇത് അവതരിപ്പിച്ച് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ അവതരിപ്പിച്ചു പോവുകയല്ല.
ഒരു ദിവസം മുഴുവൻ പ്രതിനിധികൾ ഇത് ചർച്ച ചെയ്യും. ഈ വിരുദ്ധരേഖയിൽ ചർച്ച നടക്കുമ്പോൾ ഈ പതാക ഉയർത്തുന്ന നടപടിക്രമങ്ങൾ ശരി, എന്തായാലും പതാക ഉയർത്തൽ സമ്മേളന നഗരിയിൽ അല്പസമയത്തിനകം തന്നെ നടക്കും. വി അരുണാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ജാഥകളുടെ സംഗമം ആയിരിക്കുന്നു. നാളെയാണ് പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം.